ഡൽഹി സ്കൂളിലെ ബോംബ് ഭീഷണിയിൽ വീണ്ടും വിദ്യാർത്ഥി അറസ്റ്റിൽ. പിടിയിലായത് 12ാം ക്ലാസ്സുകാരൻ. മുൻപ് സമാനമായ രീതിയിൽ സന്ദേശങ്ങൾ അയച്ചിരുന്നതായി വിദ്യാർത്ഥി കുറ്റസമ്മതം നടത്തിയെന്നും പോലീസ് അറിയിച്ചു. ശരത്ലാലുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, മുൻപും ഈ സമാനമായൊരു വിഷയം ഉണ്ടായതായി ഓർമ്മിക്കുന്നു. എന്തോ പരീക്ഷയോ അല്ലെങ്കിൽ അത്തരത്തിലെന്തോ ഹോംവർക്ക് ചെയ്യുന്നതുമായോ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിൽ ബോംബ് ഭീഷണി ഒരു വിദ്യാർത്ഥി നടത്തിയതായി മുൻപും ഓർക്കുന്നു. ഇതൊക്കെ ഈ ഒരേ കുട്ടി തന്നെയാണ് എന്നുള്ളതാണ്. എന്തായിരുന്നു ഇത്തവണത്തെ പ്രകോപനം? അതിലെ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് 16 സ്കൂളുകൾക്ക് ഇമെയിൽ ബോംബ് വെച്ചുകൊണ്ടുള്ള ഭീഷണിയുള്ള ഇമെയിൽ സന്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തുടർന്ന് അന്വേഷണത്തിലാണ് പട്ടേൽ നഗറിലുള്ള ഒരു വിദ്യാർത്ഥിയിലേക്ക് എത്തുന്നത്. 12ാം ക്ലാസ്സുകാരനെ വിദ്യാർത്ഥികളുടെ പേര് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്നാലും പ്രമുഖമായ ഒരു സ്കൂൾ, കരോൾ ബാഗിലെ പ്രമുഖമായ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ് ഈ കുട്ടി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും 12ാം ക്ലാസ്സുകാരിൽ നിരവധി ഭീഷണി സന്ദേശങ്ങൾ നേരത്തെ അയച്ചിരുന്നു. സ്കൂളിന് അവധി സംബന്ധിച്ച ഒരു ഭീഷണി സന്ദേശം അയച്ചിരുന്നു. ഇത് കൂടുതൽ നേരത്തെയുള്ള 700ഓളം വ്യാജ ബോംബ് ഭീഷണികളിൽ ഈ കുട്ടിക്ക് പങ്കുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും വിവിധ സർവറുകൾ ഉപയോഗിച്ചാണ് കുട്ടി ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നതാണ് പ്രാഥമിക നിഗമനത്തിലുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് കമ്പ്യൂട്ടർ നല്ല പരിജ്ഞാനമുള്ള വിദ്യാർത്ഥിയാണ് ഈ കുട്ടി എന്നും പോലീസ് പറയുന്നു. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിന് വേണ്ടി കുട്ടിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കുട്ടിയുടെ അറസ്റ്റ് രേഖാമൂലമായി രേഖപ്പെടുത്തിയിട്ടില്ല. കസ്റ്റഡിയിലെടുക്കുക മാത്രമാണ് ചെയ്തത്. നഗരത്തിലെ കരോൾ ബാഗിലെ പ്രമുഖ ഒരു സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ 12 വയസ്സുകാരൻ എന്നും കൂടി നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഈ കുട്ടി എന്താണ് കുട്ടി ഇത്തരമൊരു പ്രകോപനത്തിനും അല്ലെങ്കിൽ ഒരു ഇമെയിൽ സന്ദേശവും അയച്ചത് എന്നതിനെക്കുറിച്ചും പോലീസ് രക്ഷിതാക്കളെയും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചാണക്യപുരയുള്ള സ്പെഷ്യൽ സെല്ലിലാണ് കുട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആതിര. ശരി, ശരത്ലാലാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.